ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് മോസ്കോ സ്പെഷ്യാലിറ്റീസ്, മോസ്കോയുടെ പ്രത്യേകതകൾ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. റഷ്യയുടെ തലസ്ഥാന നഗരവും റഷ്യയിലെ ഏറ്റവും വലിയ നഗരവുമാണ് മോസ്കോ എന്നത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരമാണ് മോസ്കോ. റഷ്യയുടെ മെഗാ സിറ്റി എന്നാണ് ഈ നഗരം അറിയപ്പെടുന്നത്. ഇതിന് ആ പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, ഇത് മോസ്കോ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്നുമാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത്. അങ്ങനെ മോസ്കോ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഈ നഗരത്തിന് മോസ്കോ എന്ന പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ നോക്കുമ്പോൾ നഗരപരിധിക്കുള്ളിൽ 13 ദശലക്ഷവും നഗരപ്രദേശത്ത് 18.8 ദശലക്ഷവും മെട്രോപൊളിറ്റൻ ഏരിയയിൽ 21.5 ദശലക്ഷവുമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ നഗരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് നഗരപരിധിക്കുള്ളിൽ 2511 ചതുരശ്ര കിലോമീറ്ററും നഗരപ്രദേശത്ത് 5891 ചതുരശ്ര കിലോമീറ്ററും മെട്രോപൊളിറ്റൻ ഏരിയയിൽ എന്ന് പറയുന്നത് 26,000 ചതുരശ്ര കിലോമീറ്ററുമാണ് ഇവിടുത്തെ വിസ്തീർണം എന്ന് പറയുന്നത്, നഗരത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന്. യൂറോപ്യൻ അമ്പരചുംബികളിൽ ഭൂരിഭാഗവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുടെ മെഗാ സിറ്റി, ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന നഗരം. അതോടൊപ്പം ലോകത്തിലെ ആൽഫ നഗരങ്ങളിലൊന്ന്. അതോടൊപ്പം ലോകത്തിലെ ശതകോടീശ്വരന്മാർ വസിക്കുന്ന 6ാമത്തെ വലിയ നഗരമാണ് മോസ്കോ എന്ന. ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള 6ാമത്തെ നഗരം മോസ്കോ. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ളൊരു നഗരമാണ് മോസ്കോ എന്നത്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, 10 റെയിൽവേ ടെർമിനലുകൾ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ, അല്ലെങ്കിൽ നിരവധി പെട്ടെന്ന് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നഗരമാണ് മോസ്കോ എന്ന് പറയാം. അപ്പോൾ മോസ്കോയുടെ ചരിത്രം നോക്കുമ്പോൾ AD 950 ഈ നഗരം എന്ന് പറയുന്ന ആദിവാസികളുടെ കീഴിലായിരുന്നു. ഗോത്രവർഗ്ഗക്കാരായിരുന്നു ഇവിടം കൈവശപ്പെടുത്തിയിരുന്നത്. പിന്നീട് 1947 ഇത് സ്ഥാപിക്കുന്നത്. മോസ്കോ എന്ന നഗരത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വളർച്ചയുടെ തുടക്കമെന്ന് പറയുന്നത് 1147. പിന്നീട് 1300 കാലഘട്ടമായപ്പോഴേക്കും 1320 ആയപ്പോഴേക്കും നഗരം പതിയെ സാമ്പത്തികമായിട്ട് വളരുവാൻ ആരംഭിച്ചു. 1320. പിന്നീട് 1480 ഈ നഗരത്തിൻ്റെ വളർച്ച കണ്ടിട്ട് ഇതിനെ റഷ്യയുടെ ക്യാപിറ്റലാക്കുകയാണ് 1480. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 1712 ആയപ്പോഴേക്കും പുതിയ നഗരം സ്ഥാപിച്ച് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. അപ്പോൾ തലസ്ഥാനം അവിടേക്ക് മാറ്റുന്നു 1712. പിന്നീട് 1918 ആയപ്പോഴേക്കും വീണ്ടും മോസ്കോയെ തന്നെ തലസ്ഥാനമാക്കിയാണ് റഷ്യ. പിന്നീട് ഇത് സോവിയറ്റ് യൂണിയൻ്റെ കേന്ദ്രമായി മാറുന്നു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം വീണ്ടും ഇത് റഷ്യയുടെ തലസ്ഥാനമായിട്ട് ഇത് തുടർന്നു. 1980 ഒളിമ്പിക്സ് ഇവിടെ വെച്ചാണ് നടന്നത്. 2018 ഫിഫ വേൾഡ് കപ്പിൽ ആദ്യത്തെ നഗരങ്ങളിൽ ഒന്നാണ് മോസ്കോ എന്നത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള നഗരമാണ് ചരിത്രം നോക്കുമ്പോഴും ചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മോസ്കോ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നാണ്, സാമ്പത്തിക ശക്തിയാണ് ഈ മോസ്കോ എന്ന് പറയുന്ന ഈ നഗരം എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളെ അനേകായിരങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വിനോദസഞ്ചാര മേഖല കൂടിയാണ് മോസ്കോ എന്ന് പറയുന്നത്. നഗരത്തിൻ്റെ 40% പച്ചപ്പ് മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ലോകത്തിൻ്റെ ഹരിത നഗരം എന്ന പേരിലും ഈ മോസ്കോ അറിയപ്പെടുന്നുണ്ട്. അതും മറ്റൊരു പ്രത്യേകതയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.